മോസ് നഴ്സറി സ്കൂളിൻ്റെ 35ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വോയിസ് ഓഫ് മോഡേൺ നല്ലളം അവതരിപ്പിക്കുന്ന ഒരു ചെറിയ നാടകം രാധാമാധവ. ഈ നാടകത്തിൻ്റെ അകത്തുള്ളവരെയും അകത്തുള്ളവർക്ക് പുറത്തുള്ളവരെയും കാണാൻ ആവുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നാടകത്തിൻ്റെ രംഗത്തും അണയറിയിലും പ്രവർത്തിക്കുന്നവരെ പരിചയപ്പെടുക. രംഗത്ത് കത്തലാട്ട് പ്രകാശൻ, പ്രദീപ് കുമാർ മാവത്തി, ജ്യോതിഷ് കുമാർ ടി കെ, ടി എം സതീഷ്. സാങ്കേതിക സഹായം ഋതൻ ടി എം, ഷിമോർ നലൻ. സംഗീത നിയന്ത്രണം രജനി, ലൈറ്റ് ആൻഡ് സൗണ്ട് NS ജയന്തിസ്രോ. ഈ നാടകത്തിന് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും പ്രദീപ് കുമാർ മാവത്തിനും കുടുംബങ്ങൾക്കും പ്രത്യേക നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം നൽകിയ വോയിസ് നഴ്സറി സ്കൂളിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നാടക രചനയും സംവിധാനവും ബാലകൃഷ്ണൻ പണിക്കപ്പുറത്ത്. നിങ്ങളുടെ ശ്രദ്ധാപൂർവമായ വീക്ഷണവും സഹകരണവും ക്ഷണിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. രാധാമാധവം. പൂർവാസന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വികം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. മാതഃ സമസ്ത ജഗതാം മധുകൈടഭാരേഃ വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തെ. ശ്രീ സ്വാമിനി ശ്രീധരനപ്രിയദാനശീലേ. രണ്ടു ദിവസം മുന്നേ ഞാനിവിടെ വന്നപ്പോ കണ്ടില്ലല്ലോ. ഇപ്പൊ രാധാകൃഷ്ണൻ നായ വാങ്ങിയോ? എന്നാലും സൂക്ഷിക്കണം. നിലയ്ക്കാത്ത നായ കടിക്കുമെന്നാണല്ലോ ചൊല്ല്. വാതിൽ പുറത്തു നിന്ന് പൂട്ടിയിട്ടില്ല, അപ്പോൾ ആളകത്തുണ്ടെന്നർത്ഥം. തണുപ്പുള്ള പ്രഭാതമല്ലേ, കമ്പിയുള്ള പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി സ്വപ്നവും കണ്ടങ്ങനെ ഉറങ്ങുകയായിരിക്കും. വ്യക്തി നീ അറിയുന്നുണ്ടോ? പലിശകൾ കൂടിക്കൂടി വരുന്നതും ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നതും, എന്റെ ബാങ്ക് ബാലൻസ് കൂടിക്കൂടി വരുന്നതും നീ അറിയുന്നുണ്ടോ? അതാ ഉണരേണ്ടപ്പോൾ ഉണരാതെ ഉറങ്ങുന്നത് കൊണ്ടുള്ളൊരു വിശേഷം. കള്ളൻ, വഞ്ചകൻ, ഒരുപാട് കാലമായി നീ എന്നെ പറ്റിക്കിട. ഇനി എത്ര കാലം അടച്ചിട്ട ഈ മുറിക്കുള്ളിൽ നീ കിടക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഈ മാധവനോട് പോകും. എന്നോടാണ് കളി. ഈ മാധവനെ പറ്റിവിച്ച താരയും ഇതുവരെ വെറുതെ വിട്ടിട്ടില്ല. എന്നോടാണ്. ഇനിയിപ്പോ അകത്താളില്ലാന്നുണ്ടോ? അങ്ങനെയും വരാലോ. ഒന്ന് മുട്ടി നോക്കിയാലോ? മുട്ടി നോക്കാം. മുട്ടിയാൽ ആരാണെന്ന് ചോദിക്കും. ആരാണെന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരും. മറുപടി പറഞ്ഞാൽ ഞാനാണെന്നറിയും.
അറിഞ്ഞാൽ പിൻവാതിലൂടെ മുങ്ങും. മുങ്ങിയാൽ ഇന്ന് രണ്ടിലൊന്നും നടക്കില്ല. ഈ മാധവനോടാണ് കളി. നിന്നെ പോലുള്ള പെരിച്ചാഴികളെയൊക്കെ പുറത്ത് പുകച്ച് ചാടിച്ചവനാ ഈ മാധവൻ. ഈ മാധവനോടാണ് കളി. നീയൊക്കെ ഈ മാധവനെ മാധവിയാക്കിട്ടേ അടങ്ങൂ. യുവതിയും സുന്ദരിയും സുശീലയുമായ ഒരു സ്ത്രീ വന്ന് മുട്ടിയാൽ തുറക്കാത്ത വാതിലുണ്ട്. ഉണ്ട്. ആ വാതിലാണ് ഈ രാധാകൃഷ്ണന്റെ വാതിൽ. നിന്നെ പോലുള്ള ഒരു പെണ്ണിന് എന്റെ ജീവിതത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ അന്ന് തുടങ്ങിയതാണ് എന്റെ ഓരോ വാതിലുകളായി അടയാൻ. അടഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാതെയായി. ഞാൻ വന്നത് നിങ്ങളെ തുറക്കാത്ത വാതിലൊക്കെ തുറക്കാനാ. നിങ്ങളെ ഭാര്യ ലക്ഷ്മി ദേവിയുടെ വീടിന്റെ തൊട്ടടുത്തുന്ന ഞാൻ വരുന്നത്. ആണോ? അയ്യോ, ഞാനാണല്ല, പെണ്ണ. മാധവി എന്നാ പേര്. മാധവി എന്ന് പറഞ്ഞ പെണ്ണിനെ ആരാധേട്ടാ? നിങ്ങള് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ സൽക്കാരത്തിന് വന്നപ്പോഴേ നാട്ടുകാർക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും 100-ന്റെയും 200-ന്റെയും 500-ന്റെയും നോട്ടൊക്കെ കൊടുത്ത് പേരെടുത്ത് പോരുമ്പോ പരിചയപ്പെട്ടതാ മാധവി. ഓർമ്മ വന്നേക്ക. തലയിൽ മുല്ലപ്പൂ ചൂടി ചുവപ്പിൽ വെള്ളപ്പൂക്കളുള്ള ചാര്യമെടുത്ത് വട്ടത്തിൽ പൊട്ടു തൊട്ട് വട്ടമുഖമുള്ള മാധവി. ഓർമ്മ വന്ന രാജേട്ടാ? ഓർമ്മ. പുറത്ത് വന്ന് എന്റെ മുഖം കാണുമ്പോ മുഴുവനായി ഓർമ്മ വരും. ഒന്ന് പുറത്ത് വാ രാജേട്ടാ. വരാം വരാം. മാധവി, ഞാൻ സ്വപ്നം വല്ലതും കണ്ടതാണ്. ഇനി വല്ല ആത്മാക്കളുമായിരുന്നു. എന്തേ നിർത്തിയത്? മാധവേട്ടന്റെ പ്രചണ്ഡ വേഷം ഒന്ന് വിജയിച്ചോട്ടെന്ന് കരുതി ഞാനൊന്ന് അഭിനയിച്ചതാ. മാധവേട്ടൻ കരുതി ഓവറായാലേ ബോറടിക്കും രാജേട്ടാ. കരികട ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാ. കള്ളൻ രാധാകൃഷ്ണ, എന്റെ നിഴല് കണ്ടാൽ നീ മുങ്ങുമെന്ന് എനിക്കറിയാം. മനുഷ്യനായാൽ ഉളുപ്പ് വേണടാ, ഉളുപ്പ്. രൂപ വാങ്ങി സുഖിച്ചിട്ട് ഈ മാധവനെ പറ്റിക്കാതെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റ്. എന്ന് ഇവിടെ നല്ല രൂപയും വാങ്ങിട്ട് ഞാൻ പോകും. മാധവനോടാ കളി.
നിൽക്കാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ നിൽക്കാം. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താണോ താൻ പറയണത്? മാധവേട്ടന് തരാൻ എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. എനിക്ക് രൂപ വന്നതാണെന്ന് നിർബന്ധമൊന്നുമില്ല. സ്വർണ്ണായാലും മതി. എന്റെ ഭാര്യ അവളിവിടെ ഇല്ല. രാധാകൃഷ്ണ, ഞാൻ നിന്റെ ഭാര്യയെ ചോദിച്ചോന്ന് ഇല്ല. പിന്നെ എന്താ ഭാര്യയെ കുറിച്ച് പറയാൻ? രാധാകൃഷ്ണ, ഞാൻ അത്ര ലോലഹൃദയനൊന്നുമല്ല. അവളുടെ കഴുത്തിൽ ആ താലിമാല മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്വർണമെല്ലാം പെട്ടിക്കകത്ത് പൂട്ടിയിരിക്കാണല്ലേ. നിന്നെ പോലെ തന്നെ നിന്റെ ഭാര്യയും തരികിടയാണല്ലേ. അല്ല മാധവേട്ട, കടങ്ങൾ വീട്ടാൻ വേണ്ടി ആഭരണങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു വിറ്റു. പിന്നെ ആ താലിമാല മാത്രമേ ഉള്ളൂ. നായ കടിക്കോ? നായ കടിക്കോ? അതാരാ രാധാകൃഷ്ണ? എനിക്ക് ആളെ മനസ്സിലായില്ലല്ലോ. അങ്ങോട്ട് വന്നാ നായ കടിക്കോ? നായെ അയച്ചിട്ടിരിക്കാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട. രാധാകൃഷ്ണ, നായല്ലെങ്കിലും നായ കടിക്കുമെന്നൊരു ബോർഡ് കൊണ്ട് നായേക്കാൾ ഉപകാരമുണ്ട് അല്ലേ? ആട്ടെ, അതെത്ര കാണും? നിന്റെ ഭാര്യയുടെ താലിമാല 4. എത്ര? 4. മതി, എനിക്കത് മതി. കുറച്ച് രൂപ അങ്ങോട്ട് തരാം. എന്താ വിരോധമുണ്ടോ? ഉണ്ട്. എന്റെ മുതലും പലിശയും എടുത്ത് മുഴുവനായി മാറ്റി കൊടുത്തരാ. വേണ്ട. എന്താ ബാക്കി വേണ്ടേ? ആ മാല അങ്ങോട്ട് തന്നിട്ട് വേണ്ടേ ഇങ്ങോട്ട് തരാൻ? ഞാനത് തരൂല. എന്നാലേ എന്റെ രൂപ ഈ നിമിഷം എനിക്ക് കിട്ടണം. ഞാനല്ല, എന്റെ ഭാര്യ. അവളത് തരൂല. നിലക്ക് നിർത്തണം. ഭർത്താവ് കെട്ടിയ താലി ഭർത്താവ് ചോദിക്കുന്ന സമയത്ത് തന്നിട്ടില്ലെങ്കിൽ നിലക്ക് നിർത്തണടാ. ഈയക്കലാണോ? ശരിയാണ്. കല്യാണം കഴിഞ്ഞ് 3-4 മാസത്തിനുള്ളിൽ എല്ലാ നിലയും തെറ്റി. പിടിച്ചു നിൽക്കാൻ നെൽക്കക്കള്ളിയില്ലാതെയാണ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയത്. ഇനി ആ താലിമാലിക്ക് വേണ്ടി അവളെ നിലക്ക് നിർത്താൻ പോയാൽ ആ ബന്ധം അതോടെ തീരും. തീർന്നോട്ടെ. എനിക്ക് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന പണിയൊന്നല്ല. എനിക്ക് എന്റെ രൂപ കിട്ടണം. മാധവേട്ട, ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ സംസാരിക്കുന്നു. എന്ത് മനുഷ്യത്വം? അതെന്താ സാധനം? അത് നിനക്കുണ്ടാ രാധാകൃഷ്ണ? കല്യാണത്തിനും വിരുന്നിനും രൂപ വാരിക്കോരി ചെലവാക്കുമ്പോ അത് പലിശക്ക് വാങ്ങിയതാണെന്ന് ഓർക്കാനുള്ള മനുഷ്യത്വം നിനക്കുണ്ടായോ? പലിശക്ക് രൂപ വാങ്ങി ആർഭാടം കാണിച്ച് പേരെടുക്കുന്ന നിന്നെ പോലുള്ള മണ്ടന്മാർക്ക് മനുഷ്യത്വമല്ലല്ലോ വലുത്, പേരല്ലേ പേര്. പേരെടുക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാ പിന്നെ പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്തായിരിക്കും. കല്യാണത്തിന് വിരുന്നു പോയപ്പോഴേ വലിയ സുജായിന്റെ മാതിരി ടൂറിസ്റ്റ് കാറിലല്ലേ നിന്റെ യാത്ര? തന്റെ ഭർത്താവ് വലിയ പണക്കാരനാണെന്ന് നീ തെളിയിക്കാൻ നിന്റെ ഭാര്യയുടെ ചാടക്ക് നീ കൂട്ടുന്നില്ലേ? എന്നിട്ടിപ്പോ പണമില്ലെന്ന്. പുണ്യം കിട്ടാനും ചാട കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നാട്ടു നടപ്പ് അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. രാധാകൃഷ്ണ, ആന മുക്കുന്നത് കണ്ടിട്ട് മൊയല് മുക്കിയാലേ ഞാനൊന്നും പറയണില്ല കേട്ടോ. ഇതുപോലുള്ള നാട്ടു നടപ്പിന്റെ പേരിൽ നടക്കുന്ന ആർഭാടത്തിന് പല ഭാര്യമാരുടെയും താലി പൊട്ടിച്ചാലും കുടുംബത്തെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാനും കഴിയുമെന്ന തിരിച്ചറിവില്ലാത്ത വിഡ്ഢികൾ ഉള്ളത് കൊണ്ടാ ഈ മാധവനെ പോലുള്ളവർ കഞ്ഞി പിടിച്ചു പോണത്. അതുകൊണ്ട് എന്റെ രൂപ എനിക്കിപ്പോ കിട്ടണം, അല്ലെങ്കിൽ താലി
ഇതില്ലാങ്കിലൊന്ന് അറിഞ്ഞിട്ട് ഈ മാധവനടുത്ത് പോകും. ഈ വീട്ടിൽ പലിശക്കാർ കയറിയിറങ്ങാത്ത കാലം ഉണ്ടാവും. ശല്യങ്ങൾ. അല്ല, ഈ വീട്ടിൽ നായമാണ് ഇല്ല. പിന്നെ ആ ഗേറ്റിൽ വെച്ച ബോർഡ് അതൊരു മറ. അതിന്റെ ബലത്തിലല്ലേ രാധാകൃഷ്ണൻ ഇവിടെ നിൽക്കണത്. നായ വാങ്ങാതെ എന്തിനാ ബോർഡ് വെച്ചത്? അത് അന്വേഷിക്കാനാണോ നീ ഇപ്പൊ ഇവിടെ വന്നത്? എന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ വരുന്നില്ല. ഓ, തൊലി വെളുത്തൊരു പെണ്ണിനെ കിട്ടിയപ്പോൾ പെറ്റ തള്ളയെയും കൂടപ്പിറപ്പിനെയും പറഞ്ഞ പെൺകോന്തൻ. രാജീവ, അനാവശ്യം പറയും. അനാവശ്യം പറഞ്ഞ ഞാനല്ല, നിങ്ങളെപ്പോലെ എനിക്കുണ്ട് ഈ വീട്ടിൽ അവകാശം. ഓ, അവകാശം വാങ്ങാനാണോ നീ ഇപ്പൊ വന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാം നീ എടുത്തോ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിത്തരാം. നിർത്ത്. നീ ഹരിചന്ദ്രനാവല്ലേ? എന്റെ മുതലും പലിശയും ഇവിടെ വെച്ച് വീതം വെക്കലും പുറത്തു പോകാനൊക്കെ. രാജീവ, എന്നോട് ഈ തെറ്റ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? നാട്ടിൽ നിന്ന് മുഴുവൻ പലിശയ്ക്കും അല്ലാതെയും കടം വാങ്ങുമ്പോൾ ഓർക്കണം, വാസ്തവം നിങ്ങൾ കടം വാങ്ങിയതിന് നാട്ടുകാരുടെ തെറി മുഴുവൻ ഞാനും അമ്മയും കേട്ടു. പോരാത്തതിന് ഇതുപോലുള്ള മാരണം കൊണ്ട് ശല്യം സഹിക്ക വയ്യാതെയാ ഞാനും അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് താമസം മാറി. എന്നിട്ട് ഒറ്റപ്പെടുത്തിന്ന് പറയാ? ശരിയാണ്, കല്യാണം കഴിച്ചതും കടം വാങ്ങിയതും എല്ലാം ഞാനാണ്. നിങ്ങൾക്കൊന്നും അതിലൊരു പങ്കില്ല അല്ലേ? പിന്നെ ഞാനിപ്പോ അമ്മ ചേച്ചി പറഞ്ഞിട്ട എന്തിന്? ഓ, മറന്നതോ? അത് മറവി അഭിനയിക്കുന്നതോ? അതേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതിൽ ഏതാണെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവും. എന്നാ കേട്ടോ, കല്യാണത്തിന് അളിയന്റെ കെറോഫിൽ തുണിയെടുത്ത വകയിലെ തുണിഷോപ്പ് കൊടുക്കാനുള്ള രൂപയ്ക്ക് ഇനി അവധി കിട്ടില്ല. 2 ദിവസത്തിനൊക്കെ രൂപ കൊടുത്തിട്ടില്ലെങ്കിലേ ചേച്ചിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. മദ്യപിച്ചു വരുന്ന അളിയന്റെ സ്വഭാവം അറിയാലോ അല്ലേ? അല്ല രാധാകൃഷ്ണ, ഈ അഴിയന്റെ കറോപ്പില് എത്ര രൂപക്ക് തുണിയെടുത്തേ? എത്ര? 2 ലക്ഷം. പോരാ, നിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോ ഒരു 4 ലക്ഷത്തിലെങ്കിലും എടുക്കണം. എന്നാലേ പേര് കുറച്ച് കൂടി വരൂ. ഏയ്, മായ കെട്ടിയോ? അങ്ങോട്ട് വരട്ടെ. മായ കെട്ടിയോ? ഇല്ല, കെട്ടാനുള്ള ശ്രമത്തില. പിടിമുറുകുന്നില്ല. ഓടി വെച്ചത് വെറുതെ ആയില്ല, നല്ല വകതിരുള്ളതായ മനുഷ്യനെ നായാക്കണം. എടോ, എനിക്ക് തരാനുള്ള രൂപക്ക് ഒരു തീരുമാനമാകുന്നതിന് മുമ്പ് മറ്റൊരുവൻ രൂപ ചോദിച്ച് ഇടയിൽ കയറാതിരിക്കാനാ ഞാൻ നായെ പോലെ മോങ്ങിയത്. മനസ്സിലായോ? മോഹിക്ക് ഒരു വിരോധമില്ല, ഒരു വാലിന്റെ കുറവേ ഉള്ളൂ. എന്താ പറഞ്ഞത്? നല്ല ബുദ്ധി പറഞ്ഞതാ. പിന്നെ ഇന്നോ നാളെ രൂപയും വാങ്ങിച്ചല്ലാനാ ചേച്ചി എന്നോട് പറഞ്ഞത്. നീ ചേച്ചിയോട് പറഞ്ഞ് കുറച്ച് ദിവസം സാവകാശം വാങ്ങും. അതിന് രൂപ കൊടുക്കേണ്ട ചേച്ചിക്കല്ലല്ലോ. അതെനിക്കറിയാം, നിവൃത്തി കൊണ്ടാണ് നീ അവളെ പറഞ്ഞത് മനസ്സിലാക്കി. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതൊക്കെ വാങ്ങിയവർ തന്നെ ചെന്ന് പറഞ്ഞാ മതി. രാജീവ, കല്യാണത്തിന് തുണിയെടുക്കാൻ ചേച്ചിയും അനുജനും അനിയനും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയ ഡിസൈൻ തിരഞ്ഞെടുക്കാൻ ഇവനൊക്കെ മത്സരമായിരുന്നു. ബന്ധങ്ങൾ അകന്നു പോകാതിരിക്കാൻ അകന്ന ബന്ധുക്കൾക്കും അയൽവാസികൾക്കും വരെ തുണിയെടുക്കാൻ. സ്വന്തം അനിയൻ തന്നെയാണോ? അതെ, ഏർപ്പാട്. വിദേശിയുണ്ട്. നിങ്ങൾക്ക് ആളും സ്ഥലവും തെറ്റിയതാ. അന്റെ പേര് രാധാകൃഷ്ണൻ തന്നെ? അതെ. പിന്നെ ഇപ്പൊ എവിടാ തെറ്റിയത്? അതാണല്ലോ എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാണ് ഭാഷ പറഞ്ഞത്. അന്റെ കല്യാണത്തിന് സാധനം എടുത്ത് എന്റെ അടുത്തുണ്ട. സാധനം? അന്റെ അനുജനല്ലേ രാജീവൻ? അതെ. ഞാനും ഒരു പണ്ടേ കമ്പനിയാ. അന്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ അടുത്തൊക്കെ കട്ടിൽ വെക്കാറുണ്ട്. കട്ടയോ? ഇവനേത് നാട്ടുകാരനാ?
നമ്മളെ പഴയ മണിച്ചന്റെയും ആര്യന്റെയും ഒക്കെ കൂടപ്പുറപ്പല്ലേ ഈ സ്വദേശിയും വിദേശിയും. എന്തേ ഇങ്ങനെ വലിയൊരു ഹോമാക്കല് പിന്നെന്താ പോമാക്കി കൂടെ? ഇതൊക്കെ ഇയാള് പാത്രത്തിൽ എഴുതുക. അല്ല പിന്നെ പുഷ്കരം വളരെ ഡീസന്റാ. അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? ഏട്ടാ ഞാൻ മഹാ തറ അതുകൂടി ഞാൻ പറഞ്ഞില്ല കണ്ട. പിന്നെ പറ്റ തറയല്ലേ? രാജീവാ രാജീവാ എന്താ ഒന്നിങ്ങോട്ട് വരുമോ? അത് ശരി, അകത്ത ആളുണ്ടല്ലേ? അതേതായാലും നന്നായി. ഈരാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ഈ എന്താ പറഞ്ഞു? അല്ല, നിങ്ങളെ സുഹൃത്ത് അകത്തുണ്ടെന്ന് പറഞ്ഞതാ. അതൊക്കെ ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് സാധനം വാങ്ങി മുങ്ങിയപ്പോഴല്ലേ മുങ്ങലാറിനാണ്. എന്താ അല്ല ഇതാര് പുഷ്കരേട്ടനോ? പുഷ്കരേട്ടൻ അവിടെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. വരാ സമയം കിട്ടണ്ടേ? രാജീവ, ഞാൻ വളരെ ഡീസന്റാ. ഒരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അത് ചെയ്തിട്ടേ ഞാൻ ഒന്ന് പോകും. ഇത്രയും കാര്യം ഞാൻ മിണ്ടാൻ തന്നാല് നമ്മളെപ്പോഴും ബന്ധം കൊണ്ടാ. ഇനി അതുണ്ടാവൂല. അല്ല പുഷ്കരേട്ട, അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ വിശേഷം? നീ ഞാൻ എന്നെ പറഞ്ഞു ബോധിപ്പിക്കണം വേണം. പുഷ്കരേട്ടൻ അവരെ പ്രശ്നം അവര് തിന്നോട്ടെ. നീ ഇനി ആ ബാഗ് കടലിൽ തന്നേക്ക്. എനിക്കിതൊന്നും കേൾക്കണ്ട. കേൾക്കണ്ടെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ? അന്ന് ഞാൻ പുഷ്കരേട്ടനോട് പറഞ്ഞതല്ലേ ഇവിടെ വന്ന് ആട്ടിനെ കണ്ടാ മതിയെന്ന്. സാധനം വാങ്ങി പോയപ്പോ ഇതാ പറഞ്ഞ് പാർട്ടിക്ക് കവർ എണ്ണിക്കഴിഞ്ഞാൽ പൈസ കിട്ടിയെത്തിക്കല്ലേ. അത് പിന്നെ ഇവിടുന്ന് രൂപ കിട്ടാതെ പിന്നെ ഞാൻ എങ്ങനെ എത്തിക്കാം? സോദരൻ വാങ്ങി ചെന്നിത്തരം പറയണ്ട. ഏയ് സുമാറിലൊക്കെ പുറത്ത് ഇവിടെ വേണ്ട. എന്താ എന്താ പറഞ്ഞ്? അതാ നന്നായി 10-20 കുപ്പിയെ വെല്ലുമ്പോ കത്തുന്ന സാധനം കൊണ്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കളിക്കുക. രണ്ടാളും കളിക്കുക. എന്നാ സഹോദരന്മാരെ ഒന്ന് കളിച്ചോ. ഇന്റെ പൈസ കിട്ടാതെ ഈ വീട് വിട്ട് ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മദ്യം വാങ്ങിയിട്ടില്ല. ആരാ മദ്യം വാങ്ങി വെച്ചാൽ അവരോട് കാശ് വാങ്ങിക്കൊള്ളു. നിങ്ങൾക്ക് തരാൻ രൂപ എന്റെ കയ്യിലില്ല. ഇപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളെ കല്യാണത്തിന് നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങിയതാ. എന്താന്നും മിണ്ടാത്തത്? നിങ്ങളെ കല്യാണത്തിന് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യം വാങ്ങിയത്? ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടാണ് മദ്യം വാങ്ങിയത്, എനിക്ക് വേണ്ടിയിട്ടല്ല. ഈ രാധാകൃഷ്ണൻ മദ്യപിക്കാറില്ല. പക്ഷേ മുറ്റത്തൊരു പന്തലൊരുങ്ങണമെങ്കിൽ 10 പേർക്ക് സദ്യ ഒരുക്കണമെങ്കിൽ ഇന്ന് മദ്യം കൂടിയേ തീരും. മദ്യത്തിന്റെ അളവ് നോക്കി മാത്രമേ സുഹൃത്തുക്കൾ പോലും സഹകരിക്കുകയുള്ളൂ. പന്തലിൽ ഭക്ഷണത്തോടൊപ്പം മദ്യം വിളമ്പുന്ന സംസ്കാരം ഈ പാവം രാധാകൃഷ്ണൻ ഉണ്ടാക്കിയതല്ല. രാധാകൃഷ്ണ, നിനക്ക് നിന്റെ സംസ്കാരം വിളമ്പിയാ പോരെ. ആരാന്റെ സംസ്കാരം കടമെടുത്താല് ഇതിനും സംഭവിക്കും, ഇതിനപ്പുറവും സംഭവിക്കും. മനുഷ്യബന്ധങ്ങൾക്ക് മദ്യത്തെക്കാൾ വില കൽപ്പിക്കുമ്പോൾ ദാരിദ്ര്യത്തെക്കാൾ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും മൂല്യം കൽപ്പിക്കുന്ന ഈ സമൂഹത്തിന് മുന്നിൽ ഈ രാധാകൃഷ്ണൻ എന്ത് ചെയ്യും? അതും ഞാൻ പറഞ്ഞല്ലോ. രാധാകൃഷ്ണ, ക്ഷമിക്കുന്നതിന് അതിരുണ്ട്. പ്രസംഗിക്കാതെ എന്റെ രൂപ തരുന്നതാണല്ലത്. അല്ലെങ്കിൽ തന്നെ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഈ മാധവനോട് പോകും. മദ്യം വാങ്ങി നാട്ടുകാരെ മുഴുവൻ സൽക്കരിച്ചിട്ട് ഇപ്പൊ ഞാനെന്ത് ചെയ്യാനാണോ? അളിയന്റെ കയറാൻ തുണിയെടുത്ത് രൂപ കൊടുക്കാതെ ചേച്ചിയെ വയ്യാധാരമാക്കിയിട്ടുണ്ടല്ലോ. വിവരം അറിയും. എന്റെ രൂപ എടുക്ക്. തുണിഷാപ്പിലെ പണം കൊടുക്ക്. എന്റെ കയ്യിൽ പണമില്ല. എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പണമില്ല. ഏട്ടാ, ഏട്ടാ, അയ്യോ ഏട്ടാ, ഏട്ടാ, പ്രിയമുള്ളവരെ, ഈ നാടകം ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ രാധാകൃഷ്ണന്മാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു രാധാകൃഷ്ണന്റെ കഥയുമായി വീണ്ടും വരും. അതുവരെ വിടാം.